നിങ്ങളാ മൈക്കും പിടിച്ചിങ്ങനെ നടന്നില്ലല്ലോ ഒരു ചങ്ങായി. സി പി എമ്മുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ നേരെ നീട്ടിപ്പിടിച്ചപ്പോ സി പി എമ്മിന്റെ ഏത് ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ സി പി എം ഒന്നുമല്ല, ഞാൻ കോൺഗ്രസ് ആണ്. നിങ്ങൾ എവിടുന്നാണ്? ഞാൻ ലീഗാണ്. ലീഗുകാരനായ ഞാൻ ഇവിടെ വന്നത് ഒരു നിലമ്പൂരിൽ ആൺകുട്ടിയെ കാണാനാണ്. നിങ്ങളെ പാർട്ടിയിൽ ആൺകുട്ടിയൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചപ്പോ മൂപ്പരും പോയി. ഇതല്ലേ നിങ്ങൾ കണ്ടത്? ഇനി മഞ്ചേരിയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാനുള്ള ശ്രമം, പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമം PV അൻവർ ഇന്നലെ തുടങ്ങിയതല്ല. ഈ കേരളത്തിന്റെ മതനിരപേക്ഷത നമുക്കിങ്ങനെ തണല് വിരിക്കണമെങ്കിൽ ഇതിനു മുകളിൽ എല്ലാ ആക്രമണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ, എല്ലാ വെയിലും ഇടനെഞ്ചിലേൽക്കാൻ ഒരു ചുവന്ന പതാക ഇവിടെ പാറിയതുകൊണ്ട് നമുക്ക് തണല് കിട്ടിയത്. ആ ചുവപ്പിനെ തകർക്കണം. ആ ചുവപ്പിനെ തകർത്താൽ, ആ ചില്ലകൾ വെട്ടിമാറ്റിയാൽ പിന്നെ വെയിലേൽക്കുന്നത് നമ്മുടെ ഉച്ചിയിലായിരിക്കും. RSSന്റെ നേതാവായ രാജസ്ഥാൻകാരൻ കുന്ദൻ ചന്ദ്രാപത്തിനെ മാധ്യമങ്ങൾ മറന്നു കാണും. നമ്മൾ മറക്കാൻ പാടില്ല. എന്തായിരുന്നു അത്? സഖാവ് പിണറായി വിജയൻ എന്ന CPM നേതാവിന്റെ തലക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനങ്ങളിൽ നിന്നൊന്നും അവരിപ്പോഴും പിറകിൽ പോയിട്ടില്ല. പിന്നെന്തിനാണ് ഇപ്പോൾ സഖാവ് പിണറായി ആക്രമിക്കുന്നത്? പണ്ടത്തെ പിണറായി കൊള്ളാം, ഇപ്പത്തെ പിണറായി കൊള്ളില്ല. അത് കയ്യിൽ വെച്ചാ മതി, അത് അവിടെ വെച്ചാ മതി. സഖാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്താണ് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ചെയ്ത തെറ്റുകൾ? ഭരണരംഗത്ത്, വികസന രംഗത്ത് പറയൂ, നിങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ ഇപ്പൊ ചിലരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ എന്തൊക്കെയോ തെറ്റുണ്ട് സഖാവേന്ന. വികസന രംഗം പരിശോധിക്കൂ. കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലേ? എണ്ണി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നില്ലേ ഇടത് സർക്കാർ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കുഞ്ഞാലിക്കുട്ടി കൊണ്ടുവന്നോ ഇവിടെ? ഉമ്മൻചാണ്ടി കൊണ്ടുവന്നോ ഇവിടെ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അടച്ചുപൂട്ടിപ്പോയ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പലവട്ടം കേന്ദ്രത്തിലേക്ക് പോവുകയും നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി 4ാമത്തെ തവണയാണ് മുഖ്യമന്ത്രി 4 തവണ ആവർത്തിച്ചു പോയതിനു ശേഷമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഇന്ന് കാണുന്ന നാഷണൽ ഹൈവേ വികസനം കേരളത്തിൽ യാഥാർത്ഥ്യമായത്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ എന്തൊക്കെ എതിർപ്പ് നടത്തി? അന്നും പറഞ്ഞില്ലേ ഇവർ പിണറായിയുടെ പോലീസിന്റെ മുസ്ലിം വേട്ട? ഗെയിൽ വാതക പൈപ്പ് ലൈനെതിരെ മനോരമക്കാരൻ വാർത്ത കൊടുക്കുമ്പോ, ഏഷ്യാനെറ്റുകാരൻ പ്രചരിപ്പിക്കുമ്പോ അവരുടെ കൂടെ നിന്ന് സംസാരിക്കാൻ വന്ന ഇവിടത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുസ്ലിം ലീഗുകാരനും പറഞ്ഞില്ലേ, ഞങ്ങൾ ഇതാ റോട്ടിൽ നിസ്കരിക്കുകയാണ്, ഞങ്ങളെ ആക്രമിക്കാൻ പിണറായിയുടെ പോലീസ് വരുന്നു എന്ന് പ്രചരിപ്പിച്ചില്ലേ ഗെയിൽ വാതക പൈപ്പ് ലൈനിന്റെ കാലത്ത്? ആ ഗെയിൽ വാതക പൈപ്പ് ലൈൻ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയില്ലേ? K-Phone കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയില്ലേ? സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന കാലത്തു നിന്ന് അന്തർദേശീയ നിലവാരത്തിലേക്ക് സ്കൂളുകൾ മാറിയില്ലേ? കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്തൊക്കെ പോരായ്മകൾ ആരൊക്കെ ചൂണ്ടിക്കാണിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കാർ ആശുപത്രികളുള്ള സംവിധാനമായി കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ മാറ്റിയില്ലേ? ഇതൊക്കെ ഇടതുപക്ഷമല്ലേ ചെയ്തത്? ഒരിക്കലും വീടുണ്ടാവില്ല എന്ന് കരുതിയ കേരളത്തിലെ 6.5 ലക്ഷത്തോളം മനുഷ്യർക്ക് കേരളത്തിനകത്ത് ലൈഫ് പദ്ധതിയിലുള്ള വീട് നൽകിയില്ലേ ഇടതുപക്ഷ സർക്കാർ? ഉമ്മൻചാണ്ടി 18 മാസം മുടക്കിക്കളഞ്ഞ 600 രൂപ പെൻഷൻ, 18 മാസം മുടക്കിക്കളഞ്ഞ 600 രൂപ പെൻഷൻ 1000 രൂപയാക്കി, 1400 രൂപയാക്കി ഇപ്പോൾ കൈകളിൽ എത്തിക്കുന്നില്ലേ? ഇത് മുടക്കാൻ അവരെന്തു ചെയ്തു? കേരളത്തിന്റെ വികസനം മുടക്കാൻ അവരെന്തു ചെയ്തു? അവർ ചെയ്തത് ഇടതുപക്ഷ വിരോധികളും വർഗീയവാദികളും ഇവിടുത്തെ വലതുപക്ഷവും ഒരുമിച്ച് നിന്ന് ചെയ്തത് കേന്ദ്രം കേരളത്തിന് നൽകേണ്ട നികുതി വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറച്ചു. കേരളത്തിന് കേന്ദ്രത്തിന്റെ പൂളിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കുറച്ചു. അതുമാത്രമല്ല, കേരളത്തിന് വായ്പ എടുക്കാനുള്ള പരിധി പോലും വെട്ടിക്കുറച്ചു. ഞാൻ ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിന്നെ എന്തിനാ പറയുന്നത്? ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും, ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും കേരളത്തിന്റെ ഭരണം പറ്റ മോശമാണ് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ലീഗുകാരനും കോൺഗ്രസ്സുകാരനും വെറുതെ ബബ്ബ പറയും. നിങ്ങൾ പറ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടന്ന സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്രമസമാധാനമുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളുള്ള സംസ്ഥാനം, അങ്ങനെ ഏത് പരിശോധിച്ചാലും ഏറ്റവും അവസാനത്തെ നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന് കണ്ടെത്തിയ, പലകുറി നീതി ആയോഗ് കണ്ടെത്തിയ സംസ്ഥാനം കേരളമാണ്.
എന്നിട്ടും കേരളത്തിന് എന്താണ് കുഴപ്പം? അപ്പോ വികസനം ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ താഴെറക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ പുറത്താക്കണല്ലോ. ഇപ്പൊ വികസനമില്ല എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ കഴിയൂല. വെറുതെ ഇങ്ങനെ പുക ഉണ്ടാക്കാൻ പറ്റും. പുക ആർക്കും പറ്റും. വയനാടിന്റെ പേരിലൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയക്കുറവ് കാരണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അതാർക്കും ഉണ്ടാക്കാം. പിന്നെന്ത് വേണം? പിന്നെ നമ്മളെ അടിക്കണമെങ്കിൽ ഊഹാപോഹം സൃഷ്ടിക്കണം. മുൻപൊരു തെരഞ്ഞെടുപ്പിൽ നാദാപുരത്ത് ഒരു നഫീസുവിന്റെ പേര് പറഞ്ഞ് രൂപപ്പെടുത്തിയ നുണക്കഥകൾ നമുക്കറിയാവുന്നതാണ്. അതുപോലെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റണം. മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിന്റെ വിരുദ്ധരാക്കി മാറ്റണം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തില്ലാതാക്കണം. ഇടതുപക്ഷത്തിന് വലിയ വളർച്ചയുണ്ട് മലപ്പുറത്ത്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ കരുത്ത് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഇല്ലാതാക്കാനും, ഇടതുപക്ഷം ഉയർത്തുന്ന ഏറ്റവും ഉന്നതമായ ആദർശമായ മതനിരപേക്ഷതയിൽ നിന്ന് ഇടതുപക്ഷം ഇതാ പുറകോട്ട് പോകുന്നു, CPM ഇതാ പുറകോട്ട് പോകുന്നു, പിണറായി വിജയൻ ഇതാ RSSുമായി ചർച്ച ചെയ്യുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലാക്കണം. ഇത് ഒരു പരിധിവരെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഒരു സംശയവും വേണ്ട. ഇവിടത്തെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഈ നുണ കേരളത്തിലെ സാധാരണ മനുഷ്യർക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്തിനാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നത്? എന്തിനാണ് സഖാവ് പിണറായി വിജയനെ വർഗീയവാദിയാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്? അത് പ്രിയപ്പെട്ടവരെ, സിനദിൻ സിദാനെ തോൽപ്പിച്ചതുപോലെ തോൽപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. അതൊരു നിഗൂഢ തന്ത്രമാണ്. അത് അങ്ങേയറ്റം മനഃശാസ്ത്രപരമായ ഒരു തന്ത്രമാണ്. പല ലോക യുദ്ധങ്ങളിലും യുദ്ധത്തിൽ പടത്തലവനെ തോൽപ്പിക്കാനുള്ള നിഗൂഢ തന്ത്രങ്ങൾ പല യുദ്ധങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാഭാരത യുദ്ധത്തിൽ ഉൾപ്പെടെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെ പടത്തലവനെ തോൽപ്പിക്കണം. പടത്തലവനെ തോൽപ്പിച്ചാൽ പടയാളികളെ ചിതറിയോടിക്കാൻ കഴിയും. ആ പടത്തലവനെ തോൽപ്പിച്ചാൽ പടയാളികളുടെ നാട് പിടിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മളെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് നമ്മൾ എന്തിനെയാണോ അതിശക്തമായി എതിർക്കുന്നത് അതിനെ നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കുക. അങ്ങനെ കെട്ടിവെക്കുന്ന കൂട്ടർ ആലോചിക്കുക, RSSുമായി ചരിത്രത്തിൽ ഇന്നോളം കക്ഷി ചേർന്നതാരാണ്? ഞാൻ വീണ്ടും പഴയത് പറയുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭാരതീയ ജനസംഘ് എന്ന അന്നത്തെ RSSന്റെ പാർട്ടി ആദ്യമായി സഖ്യമുണ്ടാക്കിയത് ആരോടാണ്? ആരെ തോൽപ്പിക്കാനാണ്? 1957 ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 59 സഖാ VMSനെ വിമോചന സമരത്തിലൂടെ പിരിച്ചുവിടുന്നു. 1960 അന്ന് നീലേശ്വരത്ത് 59 മത്സരിച്ച സഖാ VMS പിന്നീട് മത്സരിച്ചത് പട്ടാമ്പിയിൽ. അന്ന് സഖാ VMS പട്ടാമ്പിയിൽ മത്സരിക്കുമ്പോ സഖാ VMSനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ജനസംഘും കോൺഗ്രസും സാക്ഷാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പൊതു സ്ഥാനാർത്ഥിയെ വെച്ചു. ആ സ്ഥാനാർത്ഥിയുടെ പേര് K. രാഘവൻ നായർ എന്നാണ്. ഇതും ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം വായിക്കൂ. അത് എഴുതിയത് മാധ്യമം ആഴ്ചപ്പതിപ്പിന്റെ സബ് എഡിറ്ററാ. അതിനകത്ത് അദ്ദേഹം വിശദമായി ബാബുരാജു പറയുന്നുണ്ട്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. അന്ന് RSSന്റെ നേതാവിന് വേണ്ടി കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ അവർ ഒരുമിച്ച് നിന്നു. പിന്നീട് അവിടെ നിങ്ങൾക്ക് പഞ്ചായത്ത് ഇലക്ഷനുകളിൽ എത്രയോ തവണ BJP-കാരൻ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കൂട്ടുകച്ചവടം നടത്തിയത് കണ്ടിട്ടില്ലേ? എത്രയോ പഞ്ചായത്തുകളിൽ, എത്രയോ നിയമസഭകളിൽ. 1970 വടകരയിലും ബേപ്പൂരിലും മുസ്ലിം ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മുസ്ലിം ലീഗ് അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് RSSന്റെ മാധവൻകുട്ടിയെ മത്സരിപ്പിച്ച് ഈ മാധവൻകുട്ടി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞത് കണ്ടില്ലേ? ലീഗിന്റെ എത്രയോ നേതാക്കന്മാർ RSSന്റെ വേദികളിൽ പോയത് നിങ്ങൾ കണ്ടതല്ലേ? എന്നിട്ടവർ നമ്മോട് പറയുകയാണ് ഇതാ CPM ആണ് RSSനെ അനുകൂലിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, RSSകാരന്റെ പത്രമാണ് ജന്മഭൂമി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, നിങ്ങൾ ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയലിൽ ഒരിക്കൽ പോലും CPM ഇതാ മികച്ച പാർട്ടിയാണ്, CPM നല്ലവരാണ് എന്ന ഒരു വരി എഴുതിയത് കാണിച്ചു തരാൻ പറ്റുമോ? എന്നാൽ ഞാൻ കാണിച്ചു തരാം.
ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് RSSകാരന്റെ അജണ്ടയുടെ ഭാഗമായി രാമക്ഷേത്രം പണിതപ്പോ ആ രാമക്ഷേത്രം നിർമ്മിച്ചത് മികച്ച ഒരു പദ്ധതിയാണ്, ഇന്ത്യയിൽ അതൊക്കെ കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്ന രീതിയിൽ നിങ്ങളുടെ വലിയ തങ്ങന്മാർ പ്രഖ്യാപിച്ചപ്പോ പിറ്റേ ദിവസം RSSന്റെ കേരളത്തിലെ പത്രമായ ജന്മഭൂമി അതിന്റെ എഡിറ്റോറിയൽ പേജിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായി വെണ്ടക്കാക്ഷരത്തിൽ നിരത്തിവെച്ച കാര്യമുണ്ട്. മുസ്ലിം ലീഗ് കേരളത്തിൽ അഭിനന്ദനാർഹമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ്, രാമക്ഷേത്രത്തെ സ്വീകരിച്ച പാർട്ടിയാണ്. ലീഗിനെ കുറിച്ച് RSSന്റെ ഈ പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നെനിക്കറിയാം. നിങ്ങൾ ആരെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ പരിശോധിക്കുക. ജന്മഭൂമി എന്ന RSS പത്രം എഡിറ്റോറിയൽ എഴുതിക്കൊണ്ട്, എഡിറ്റോറിയൽ എന്നാൽ വെറും വാർത്തയല്ല, എഡിറ്റോറിയൽ എഴുതിക്കൊണ്ട് മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തെ ഇല്ല. എന്താ ഇടതുപക്ഷം ചെയ്ത കുറ്റം? ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള സംഘപരിവാർ പദ്ധതിയെ ചോദ്യം ചെയ്തു എന്നതാണ് നമ്മൾ ചെയ്ത കുറ്റം. എന്താ ഇടതുപക്ഷം CPM ചെയ്ത കുറ്റം? നമ്മൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ഏറ്റവും അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ എന്താണ് പൗരത്വ നിയമത്തിൽ നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതെ പോയവരാ കോൺഗ്രസുകാർ, മിണ്ടാതെ പോയവരാ ലീഗുകാർ. ഇടതുപക്ഷം നിലപാട് പറഞ്ഞു. സാക്ഷാൽ സുപ്രഭാതം പത്രം, സാക്ഷാൽ സുപ്രഭാതം പത്രം, സമസ്തയുടെ സുപ്രഭാതം പത്രം ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെ പരസ്യമായി ശ്ലാഘിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവരുടെ ലേഖനങ്ങൾ എഴുതി. കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ ജനങ്ങളുടെ വിശ്വാസ്യതയെ തെളിയിക്കുന്നതായിരുന്നു. ഏക സിവിൽ കോഡിനെതിരെ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ, മുത്തലാഖ് ബില്ലിനെതിരെ, 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനെതിരെ, അങ്ങനെ എത്രയോ 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 വിഷയങ്ങളിൽ CPMന്റെ നിലപാട് വെള്ളം ചേർക്കാതെ പറയാൻ കരുത്ത് കാണിച്ചു. എന്തിന്? ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗുകാരൻ ഒക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ വലിയൊരു സംഘടനയാ KMCC എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രസിദ്ധീകരണം, മുസ്ലിം ലീഗിന്റെ സംഘടന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് ഒരു വലിയ സെമിനാർ സംഘടിപ്പിച്ചത് ആദ്യം ഡൽഹിയിലാണ്. ഡൽഹിയിൽ KMCC പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോവിഡിന്റെ തൊട്ടു മുമ്പ് നടത്തിയ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ, നിലപാട് പറയാൻ തന്റെ ഇടമുള്ള ഒരു നേതാവിനെ അവർ തെരഞ്ഞു നടന്നു. രാഹുൽ ഗാന്ധി അല്ല പോയത്, സോണിയാഗാന്ധി അല്ല പോയത്. KMCC പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിലപാട് പറയാൻ വേണ്ടി ഡൽഹിയിൽ വിളിച്ചു ചേർത്ത അവരുടെ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉജ്ജ്വലനായ പോരാളി സഖാവ് സീതാറാം യെച്ചൂരിയ. ആ യെച്ചൂരിയ ഉദ്ഘാടനം ചെയ്തത്. ഇത് പാർട്ടിയുടെ നിലപാട്, ഇത് ഇടതുപക്ഷത്തിന്റെ നിലപാട്. അപ്പോ ഇത് കേൾക്കുന്ന ആരെങ്കിലും അവിടുന്ന് ഇങ്ങനെ തോണ്ടും, അത് ഞങ്ങൾ യെച്ചൂരിനെ പറഞ്ഞില്ലല്ലോ. കുറച്ചും കൂടി തോണ്ടിട്ട് പറയും, ഹൈ ഞങ്ങളതിന് പാർട്ടിനെ പറഞ്ഞില്ലല്ലോ, അൻവറാക്ക പാർട്ടിനെ പറയണില്ലല്ലോ, അൻവറാക്ക സഖാക്കളെ 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 എന്നല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കുതന്ത്രം, ഇതാണ് കോടാലിക്കൈ. എന്താണ് കോടാലിക്കൈ എന്ന് പണ്ട് MM നാരായണൻ മാഷ നമ്മളോട് ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചത്. കോടാലിക്കൈ എന്നൊരു പ്രയോഗം ഉണ്ട്, കാരണവന്മാർക്ക് അറിയും, ചെറുപ്പക്കാർക്ക് അത്ര ധാരണ ഉണ്ടാവില്ല. നമ്മൾ MM നാരായണൻ മാഷ്, പൊന്നാനിയിലെ നാരായണൻ മാഷ് ഒരു പ്രസംഗത്തിൽ വിശദീകരിച്ചപ്പോൾ നമ്മളും അതിന്റെ ധാരണ മനസ്സിലായത്. കോടാലിക്കൈ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ കൊമ്പും തന്നെയാണ് കോടാലിന്റെ കൈ ഉണ്ടാക്കുക. മരത്തിന്റെ കൊമ്പ് ഉപയോഗിച്ചുകൊണ്ട് മരത്തിനെ വെട്ടുക, അതാണ് കോടാലിക്കൈയുടെ പണി. PV അൻവർ ഇന്ന് കോടാലിക്കൈയാണ്. ഇടതുപക്ഷത്തെ തകർക്കാൻ, ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് ഇടതുപക്ഷത്തിനെതിരെ പ്രചരിപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി പോവുക. അൻവറാക്കാൻ എനിക്കറിയാലോ. സ്വർണ്ണക്കടത്തിൽ ഇപ്പൊ അൻവറാക്കാക്ക് ബേജാറ്. അൻവറാക്ക ആഫ്രിക്കയിൽ നിങ്ങൾ മത്തങ്ങ കൃഷി നടത്താൻ പോയതല്ലല്ലോ. പറയണ്ടല്ലോ, ഒരുപാട് ചായ കുടിച്ചിട്ടുണ്ട് മൂപ്പര. ഞാൻ 5 വയസ്സിന്റെ ചായ കുടിച്ചു, ഞാൻ അൻവറാക്കാന്റെ ചായക്ക് കുടിച്ചു. പക്ഷെ പാട്ടിനെ പറഞ്ഞ ചായന്റെ പൈസ വേണമെങ്കിൽ അങ്ങോട്ട് തരാം, കാര്യം ഞങ്ങൾ പറയും. ഇപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ തന്ത്രം പ്രിയപ്പെട്ട സഖാക്കളെ, നാട്ടുകാരെ കൃത്യമായി തിരിച്ചറിയാം. ജാഗ്രത ഉണ്ടാവണം. തലക്കാണ് അടിക്കുന്നത്, കയ്യിനോ കാലിനോ അല്ല. പരിക്കേൽപ്പിക്കലല്ല ലക്ഷ്യം, മുറിപ്പെടുത്തലല്ല ലക്ഷ്യം, കൊന്നുകളയലാണ്, തകർത്തുകളയലാണ്, ഇല്ലാതാക്കലാണ്.
ഈ ചുവന്ന കൊടിയെ, ഈ ചെമ്പതാക ഉയർത്തിപ്പിടിക്കുന്ന ധീരതയെ ഇല്ലാതാക്കണമെന്നത് ആരുടെ ലക്ഷ്യമാണ്? അത് മറ്റാരെക്കാളും RSSന്റെ ലക്ഷ്യമാണ്. RSSന്റെ ലക്ഷ്യമാണ്. എന്താണ് RSSന്റെ ലക്ഷ്യം? RSSന്റെ ഏറ്റവും അവസാനത്തെ ചിന്തൻ ബൈഠക് നടന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ചിന്തൻ ബൈഠക്കിന്റെ സമയത്ത് RSSന്റെ നേതാക്കന്മാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ CPIM കമ്മ്യൂണിസ്റ്റുകാർ, CPIM എന്നല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാർ ആകെ കുറച്ചേ ഉള്ളൂ, കേരളം മാത്രമേ ഭരിക്കുന്നുള്ളൂ. പക്ഷേ ഭയപ്പെടേണ്ട ആശയമാണ് അവരുടേത്, അവരുടെ ആശയത്തെയാണ് തോൽപ്പിക്കേണ്ടത്. RSS ഭയപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ ആദർശത്തെയാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഫെഡറലിസം തകരണം ഇന്ത്യയിൽ, എന്നാലേ RSSന് വളരാൻ കഴിയൂ. എന്താണ് ഫെഡറലിസം? എന്താണ് ഫെഡറലിസത്തിന്റെ പ്രത്യേകത? എന്ത് ലീഗിന് ഫെഡറലിസം? അൻവറാക്ക, നിങ്ങൾ ഇവിടെ നമ്മളൊപ്പം കേറിയിട്ട് കുറച്ച് കാര്യമൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ കച്ചവടം ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾ ഇതിനു മുമ്പും മത്സരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒറ്റക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കളയുന്ന അൻവറാക്ക പറയുന്നത്. പാവമ്പൊക്ക പൈസഞ്ഞും പോവും. ആദ്യം ഏറനാട്ടിൽ ഒറ്റക്ക് മത്സരിച്ചു, തോറ്റു. വയനാട്ടിൽ ഒറ്റക്ക് മലമറിക്കാൻ പോയി, തോറ്റു. ജയിച്ചത് ഞങ്ങളൊപ്പം കൂടിയതിനു ഇടതുപക്ഷത്തിന്റെ വോട്ടില്ല, എന്റെ വോട്ട് വാങ്ങിയിട്ടാ, അതുകൊണ്ട് കിട്ടിയതൊന്നും വിടൂല എന്ന് പറഞ്ഞ് പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ആപ്പീസ് അങ്ങ് കൂട്ടും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന അൻവറാക്ക വിചാരിച്ച മൂപ്പര നാവ് മാത്രമേ ഇങ്ങനെ വിളിച്ചു പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളത് ലൈവായി ചാനലുകാർ കൊടുക്കുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ആ മൈക്കും പിടിച്ചിങ്ങനെ നടന്നില്ലല്ലോ ഒരു ചങ്ങായി. CPMകാരുണ്ടോ എന്ന് ചോദിച്ചാൽ നേരെ നീട്ടിപ്പിടിച്ചപ്പോ ആ CPMന്റെ ഏത് ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ CPM ഒന്നുമല്ല, ഞാൻ കോൺഗ്രസ് ആണ്. നിങ്ങൾ എവിടുന്നാണ്? ഞാൻ ലീഗാണ്. ലീഗുകാരനായ ഞാൻ ഇവിടെ വന്നത് ഒരു നിലമ്പൂരിൽ ആൺകുട്ടിയെ കാണാനാണ്. നിങ്ങളെ പാർട്ടിയിൽ ആൺകുട്ടിയൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചപ്പോ മൂപ്പരും പോയി. ഇതല്ലേ നിങ്ങൾ കണ്ടത്? ഇനി മഞ്ചേരിയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന ഈ ഉണ്ടാക്കാനുള്ള ശ്രമം, പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമം PV അൻവർ ഇന്നലെ തുടങ്ങിയതല്ല. പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി പിണങ്ങി ഇങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനം രൂപീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഗൂഢാലോചന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് എത്രയോ മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പല രീതിയിൽ, അതിനാണ് അദ്ദേഹം സൈബർ സ്പേസിൽ ഇങ്ങനെ ഒറ്റക്ക് നേതാവാകാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അന്നൊക്കെ തെറ്റുതിരുത്തി കൂടെ നിൽത്താൻ നമുക്ക് കഴിയുന്ന ഘട്ടത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന ശ്രമം CPMനെ തകർക്കാനാണ്. ഏതാണ് ഈ പാർട്ടി? ഏതാണ് ഈ പ്രസ്ഥാനം? ഇത് വെറും ഒരു ചുവന്ന കൊടിയാണോ? ഈ ചുവന്ന പതാക ഇങ്ങനെ ചുവന്ന് നിൽക്കുന്നത് ഇവിടെ PV അൻവറിനെ പോലെ ഏതെങ്കിലും 1-2 MLA-മാർ നമ്മുടെ കൂടെ വന്നതുകൊണ്ടാണോ ഈ ചുവന്ന പതാക ചുവന്നു പോയത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദേവയാനി എന്ന സഖാവിനെ വായിച്ചിട്ടുണ്ടോ? ദേവയാനി എന്നൊരു സഖാവ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ആ ദേവയാനി സഖാവിന്റെ ഭർത്താവിന്റെ പേര് ഒരുപക്ഷെ പലർക്കും അറിയും, AV കുഞ്ഞമ്പു, കരിവള്ളൂർ സമരത്തിന്റെ നായകൻ. അവരുടെ മകന്റെ പേര് നിങ്ങളിൽ പലർക്കും അറിയും, കരിവള്ളൂർ മുരളി. കരിവള്ളൂർ മുരളിയേട്ടന് ഒരു സഹോദരി ഉണ്ടായിരുന്നു, കരിവള്ളൂർ മുരളിയേട്ടൻ കാണാത്ത സഹോദരി. കരിവള്ളൂർ മുരളിയേട്ടന്റെ അച്ഛൻ AV കുഞ്ഞമ്പുവിന് ദീർഘകാലം കാണാൻ കഴിയാത്ത ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവർക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ദേവയാനി ടീച്ചർ അവരുടെ ആത്മകഥയിൽ, ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കൂടെ നടന്നിരുന്ന പ്രിയപ്പെട്ട അൻവർക്ക, നിങ്ങൾ തിരിച്ചറിയണം, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ നൽകിയത് പോരാളികളായ ധീരരായ സഖാക്കൾ മാത്രമല്ല, പിഞ്ചു പൈതലിന്റെ ജീവൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരൻ കവർന്നെടുത്തിട്ടുണ്ട്. അത് ദേവയാനി ടീച്ചറുടെ, കരിവള്ളൂർ മുരളിയേട്ടന്റെ പെങ്ങളായ ദേവയാനി ടീച്ചർ, അമ്മയായ ദേവയാനി ടീച്ചറുടെ, AV കുഞ്ഞമ്പു എന്ന കരിവള്ളൂരിന്റെ ധീര പോരാളിയായ കുഞ്ഞമ്പു സഖാവിന്റെ മകളെയാണ്. വിശന്നിട്ട് പട്ടിണി കിടന്ന് കരയുന്ന കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാൻ ഭർത്താവിന് വരാൻ കഴിയില്ല വീട്ടിലേക്ക്. AV കുഞ്ഞമ്പുവിന് വീട്ടിലേക്ക് കരിവള്ളൂർ സമരത്തിന്റെ പേരിൽ വരാൻ കഴിയില്ല. ബ്രിട്ടീഷുകാർ വീട്ടിലേക്ക് നോട്ടമിട്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാരൻ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഈ പിഞ്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചപ്പോൾ മാത്രമാണ് ദേവയാനി ടീച്ചർ രക്ഷപ്പെട്ടത്. അവസാനം കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ വന്നപ്പോ തൊട്ടടുത്ത വീട്ടിലേക്ക് മകളുടെ വിശപ്പ് കാരണം ഒരു കഞ്ഞി തരുമോ, ഒരു തുള്ളി വറ്റ് തരുമോ എന്ന് ചോദിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ബ്രിട്ടീഷുകാർ വളഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി നോക്കിയപ്പോ ആ വീട്ടിൽ വിശന്ന് പൊരിഞ്ഞ് വയറൊട്ടിയ ആ പിഞ്ചു മകളുണ്ടല്ലോ, ദേവയാനി ടീച്ചറുടെ മകൾ, സഖാവ് കുഞ്ഞമ്പു സഖാവിന്റെ മകൾ, ആ മകൾ കരിവള്ളൂർ പോരാളികളിൽ
നമ്മൾ പേര് ചേർക്കേണ്ട പേരില്ലാത്ത പെൺകുട്ടിയുണ്ട്. ഒരു പിഞ്ചു പൈതൽ വിശന്ന വയറുമായി വയറൊട്ടി മുഖത്തൊക്കെ ഉറുമ്പ് ഇങ്ങനെ അരിച്ചിട്ട് കിടന്ന ഒരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ പേരറിയാത്ത ആ പിഞ്ചു പൈതലിന്റെ പോലും രക്തസാക്ഷിത്വത്തിലൂടെ ഉണ്ടായി വന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ആരുടെയൊക്കെ കിമ്പളം വാങ്ങി പ്രവർത്തിച്ചാലും മിസ്റ്റർ PV അൻവർ RSSന്റെയും കോൺഗ്രസിന്റെയും വലതുപക്ഷത്തിന്റെയും പണം പറ്റി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ അനുവദിക്കില്ല. അവസാനത്തെ ചോര ഈ മണ്ണിൽ വീണൊഴുകിയാലും ഇവിടത്തെ ഒരു സഖാവും RSSന് വേണ്ടി വിടുപണി എടുക്കില്ല. KPCCയുടെ പ്രസിഡന്റ് ഞാൻ RSSന് കാവൽ നിന്നിട്ടുണ്ട്, ഞാൻ RSSന്റെ ശാഖക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്തേ മാധ്യമങ്ങളെ നിങ്ങൾ ചർച്ച നടത്തിയില്ല? എന്തേ SDPIക്കാരാ നിങ്ങൾ പ്രചരണം നടത്തിയില്ല? എന്തേ ഇവിടുത്തെ ജമാഅത്തുകാരാ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് പറയുന്നില്ല? ഇവിടെ വന്ന് RSSനെ കുറിച്ച് പറയുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കന്മാർ അങ്ങ് കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മുഹമ്മദ് യൂസുഫ് തരിഗാമി എന്ന CPMന്റെ നേതാവ് അവിടെ കുൽഗാമിൽ മത്സരിക്കുന്നു. സഖാവ് CPMന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരേ ഒരു മണ്ഡലമേ കാശ്മീരിലുള്ളൂ. ആ മണ്ഡലത്തിൽ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ട്. സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ട്. സഖാവ് മുഹമ്മദ് യൂസുഫ് തരിഗാമിക്കെതിരെ എന്തിന് പറയണം? അത് ജമാഅത്തെ ഇസ്ലാമിക്ക് ശത്രു ഇടതുപക്ഷമാണ്, RSS അല്ല. പോപ്പുലർ ഫ്രണ്ടിന് ശത്രു ഇടതുപക്ഷമാണ്. ഇവിടത്തെ കോൺഗ്രസിനും ലീഗിനും ശത്രു ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തണം, CPMനെ ദുർബലപ്പെടുത്തണം, കേരളത്തെ തച്ചു തകർക്കണം. അങ്ങനെ കേരളത്തെ തകർക്കണമെങ്കിൽ ഫെഡറലിസത്തെ തകർക്കണം. എന്താണ് ഫെഡറൽ? കേന്ദ്രവും കേരളവും ഭരിക്കുന്ന സംവിധാനം, കേന്ദ്രവും സംസ്ഥാനങ്ങളും ഭരിക്കുന്ന സംവിധാനം. ഇത് തകർക്കണം. എങ്ങനെ തകർക്കും? ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ മതി. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പൊ പത്രങ്ങളിൽ കാണുന്നുണ്ട്. കേന്ദ്രത്തിൽ വരാൻ പോവാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് BJPന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ പദ്ധതിയാണെന്ന്? അല്ല. സാക്ഷാൽ ഗോൾവാൾക്കർ വിചാരധാരയുടെ 23ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് കൊടുത്തത് ഏക ഘടക രാഷ്ട്രം ആവശ്യം എന്നാണ്. ആവർത്തിക്കുന്നു, ഏക ഘടക രാഷ്ട്രം ആവശ്യം. എന്താണ് ഏക ഘടകം? ഏക ഘടകം എന്നാൽ ഫെഡറൽ അല്ല. ഫെഡറൽ എന്നാൽ കേന്ദ്രവും സംസ്ഥാനവും ഉണ്ട്. ഏക ഘടകം എന്നാൽ ഒരു കേന്ദ്രം മാത്രം ഭരിക്കുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ എന്ത് തകർക്കണം? ഫെഡറലിസം തകർക്കണം. ഫെഡറലിസം തകർക്കണമെങ്കിൽ എന്ത് തകർക്കണം? സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തണം. സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തണമെങ്കിൽ ഞാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരായി എന്നെങ്കിലും ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. ഇവിടുത്തെ ലീഗിനെ, കോൺഗ്രസിനെ, അവരുടെ നേതാക്കന്മാരെ, ജമാഅത്തെ ഇസ്ലാമിയെ നെഞ്ചുറപ്പോടെ വെല്ലുവിളിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഫെഡറലിസത്തിനു വേണ്ടി ആവർത്തിച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംസാരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അത് CPM ആണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, മറ്റൊരാളുമല്ല. നമ്മൾ ഫെഡറലിസത്തിനു വേണ്ടി പറയുന്നത് എന്തിനാണ്? ഇന്ത്യ ഫെഡറൽ ആവാൻ 2 കാരണം. ഞാനിത് പറയുന്നത് ഒരു ആവേശ പ്രസംഗമായിട്ട് സ്വീകരിക്കേണ്ട, വളരെ കൃത്യമായ ഭരണഘടനാ നിലപാടാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ ഒരു ഫെഡറൽ എന്നാന്ന് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? വെറുതെ നിങ്ങൾ എന്താ വിചാരിച്ചു ഇപ്പൊ സ്വർണം ഇപ്പൊ ഇത് പറഞ്ഞ് ADGP എന്ന് പറഞ്ഞ് വന്നതാണ്? അല്ല. ഇതിന്റെ പിന്നിലെ ലക്ഷ്യം അതാണ്, മനഃശാസ്ത്രപരമായ ലക്ഷ്യം. അത് തിരിച്ചറിയണം. ഫെഡറൽ എന്നാൽ 2 ഉണ്ട്, കേന്ദ്രവും സംസ്ഥാനവും. അതാണ് ഇന്ത്യൻ നിലപാട്. ഇന്ത്യൻ ഭരണഘടന 1ാമത്തെ വകുപ്പ്, ഇന്ത്യ ഷാൾ ബി ഭാരത്, ദാറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. അതാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ട. ഇത് തകർക്കണം. എന്തിന്? 2 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഫെഡറൽ ആയത്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇന്ത്യയുടെ വലുപ്പം, ലാർജ് സൈസ് ഓഫ് ദി കൺട്രി. രണ്ടാണ് വളരെ 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 പ്രധാനപ്പെട്ടത്, സോഷ്യോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് ദി നാഷൻ. ഈ രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക വൈവിധ്യം. ഇന്ത്യ ഒരു വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. പല മതങ്ങൾ, പല ഭാഷകൾ, പല ദേശങ്ങൾ, പല ഭക്ഷണ രീതികൾ, ഇതെല്ലാം ഉള്ള രാജ്യമാണ്. ഇത് തകർക്കണം. ഇത് തകർത്താലേ RSS ആഗ്രഹിക്കുന്ന ഹിന്ദു രാഷ്ട്രം 2025 പൂർത്തിയാക്കാൻ കഴിയൂ. പ്രിയപ്പെട്ട സഖാക്കളെ, ഇത് 2024 അടുത്ത വർഷം ഏതാണ്? ഇത് 2024 അടുത്ത വർഷം ഏതാണ്? പെട്ടെന്നൊരു ദിവസം പിണറായിക്കെതിരെ PV അൻവറിനെ ഉപയോഗിക്കുമ്പോ PV അൻവർ പോലും അറിയാത്ത, ഒരുപക്ഷെ PV അൻവർ പോലും തിരിച്ചറിയാത്ത ഒരു അജണ്ട അദ്ദേഹത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അൻവർക്ക, നിങ്ങൾ പോലും അറിയാതെ
ഒരുപക്ഷെ നിങ്ങളെ ഉപയോഗിച്ച് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അവരുടെ അജണ്ടയിലേക്ക് നടക്കുകയാണ്. അതേതാണ് അജണ്ട? 2024 നിന്ന് ഒരൊറ്റ വർഷം മാത്രം മതി 2025 1925 ഇന്ത്യയുടെ മണ്ണിൽ RSS എന്ന വിഷബീജം പിറവികൊണ്ടത്. 1925 പിറവികൊണ്ട RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് 2025. 2025 100 വയസ്സ് തികയും RSSന്. 100 വയസ്സ് തികയുന്ന RSSന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കലാണ്. അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ അവരുടെ മുന്നിലെ ഏറ്റവും വലിയ തടസ്സം ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം അത് മതനിരപേക്ഷതയാണ്, ബഹുസ്വരതയാണ്. അതിനെ സംരക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഫെഡറലിസമാണ്, അഥവാ സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പാണ്. സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിൽ ഏറ്റവും ശക്തമായ മതനിരപേക്ഷ സംസ്ഥാനമാണ്. ഫെഡറലിസത്തിന് വേണ്ടി ഡൽഹിയിൽ പലതവണ സമരം നടത്തിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഇന്ത്യയുടെ കരുത്തായ മതേതരത്വത്തിന്റെ കരുത്തായ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ഈ കേരളത്തെ തകർത്താലേ അവർക്ക് ഇന്ത്യയിൽ സംഘപരിവാരത്തിന്റെ അജണ്ട നടപ്പിലാക്കാൻ കഴിയൂ. കേരളത്തെ തകർക്കണമെങ്കിൽ കേരളത്തിന്റെ തലക്കിട്ടടിക്കണം. കേരളത്തിന്റെ തലക്കിട്ടടിക്കണമെങ്കിൽ സഖാവ് പിണറായി വിജയനെ ആക്രമിക്കണം. സഖാവ് പിണറായി ആക്രമിക്കാൻ CPM-നെ ആക്രമിക്കണം. CPM-നെ ആക്രമിക്കാൻ നമ്മുടെ ഓരോ നേതാക്കന്മാരെയും പ്രിയപ്പെട്ട സഖാവ് EN-നെ എത്രയോ വർഷമായി പരിചയമുള്ളവരാ നമ്മൾ. ആ സഖാവ് EN-നെ ഉൾപ്പെടെ RSS-കാരൻ എന്ന് വിളിക്കുന്നതിന്റെ ലക്ഷ്യം ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണ്. ഇതിന്റെ റിസൾട്ട്, ഇതിന്റെ ഫലം നമ്മളുടെ കരുത്ത് ചോർന്നു പോയാൽ, ഈ ചുവന്ന പതാകയുടെ തണല് ചോർന്നാൽ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മരത്തിന്റെ തണലത്ത് നിന്നവരാ നിങ്ങളും ഞാനും ഒക്കെ. എത്രയോ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് തണല് നോക്കി മരത്തിന്റെ ചുവട്ടിൽ പോയി നിന്നവർ. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മരത്തിന് വെയിൽ കൊണ്ടതുകൊണ്ടാ താഴെ എനിക്ക് തണല് കിട്ടിയതെന്ന്? ഈ മരത്തിന്റെ ചില്ലകളിൽ, ഈ മരത്തിന്റെ വേരുകളിൽ, ഈ മരത്തിന്റെ ഈ ഇലകളിൽ വെയിലേറ്റത് കൊണ്ടാ താഴെ നിൽക്കുന്ന എനിക്ക് തണല് കിട്ടിയത്. നമ്മൾ അനുഭവിക്കുന്ന തണൽ നമുക്ക് കിട്ടാൻ മുകളിൽ വെയിൽ കൊള്ളുന്ന ചിലതുണ്ട്. ഈ കേരളത്തിന്റെ മതനിരപേക്ഷത നമുക്കിങ്ങനെ തണല് വിരിക്കണമെങ്കിൽ ഇതിനു മുകളിൽ എല്ലാ ആക്രമണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ, എല്ലാ വെയിലും ഇടനെഞ്ചിലേൽക്കാൻ ഒരു ചുവന്ന പതാക ഇവിടെ പാറിയതുകൊണ്ടാ നമുക്ക് തണല് കിട്ടിയത്. ആ ചുവപ്പിനെ തകർക്കണം. ആ ചുവപ്പിനെ തകർത്താൽ, ആ ചില്ലകൾ വെട്ടിമാറ്റിയാൽ പിന്നെ വെയിലേൽക്കുന്നത് നമ്മുടെ ഉച്ചിയിലായിരിക്കും, നമ്മുടെ തലയിലായിരിക്കും. നമുക്ക് പോലും ചെറുക്കാൻ കഴിയാത്ത വിധം അത് നമ്മെ വിഴുങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ എന്തും പറഞ്ഞോളൂ, നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും സർക്കാരിനെ വിമർശിച്ചോളൂ. പക്ഷേ ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ, ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കരുത്തായ ഈ പ്രസ്ഥാനത്തെ വർഗീയവാദവുമായി കൂട്ടിച്ചേർക്കുന്നതിന്റെ പിന്നിലെ അജണ്ട തിരിച്ചറിയാതെ പോകരുത്. പലരും നിഷ്കളങ്കരായ മനുഷ്യരാണ്. കൂടെ നിന്നവരിൽ പലരും നിഷ്കളങ്കരായ മനുഷ്യർ. അവർ വിചാരിച്ചത് ഈ പറയുന്നതിലെ കാര്യം കേൾക്കാനാണ്. കാര്യമല്ല പറയുന്നത്. നിഗൂഢമായ തന്ത്രങ്ങളുണ്ട്. അത് തിരിച്ചറിയണം. തിരിച്ചറിയാൻ പറ്റിയില്ല എങ്കിൽ തകർന്നു പോകുന്നത്, തളർന്നു പോകുന്നത്, നശിച്ചു പോകുന്നത് ഈ ചുവന്ന പതാകയായിരിക്കില്ല, CPM-ന്റെ ഭരണമായിരിക്കില്ല. ആർക്ക് വേണം ഭരണം? എല്ലാ കാലവും ഞങ്ങൾ തന്നെ കേരളം ഭരിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. ഈ മലപ്പുറത്തൊക്കെ വേങ്ങരയിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നിങ്ങൾ ആരെങ്കിലും എന്നെങ്കിലും വാർഡ് മെമ്പർ ഉണ്ടാകും എന്ന് പോലും പ്രതീക്ഷിച്ചിട്ടാണോ ഈ കൊടി പിടിച്ചത്? അതൊക്കെ വരും, ചിലപ്പോ വരും, ചിലപ്പോ വരൂല. പക്ഷേ നമ്മൾ പിടിക്കുന്ന ഈ കൊടിയുടെ ഒരു കരുത്തുണ്ട്. ഈ കരുത്തിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം നമ്മെ തകർക്കാനല്ല, CPM-നെ ഇല്ലാതാക്കാനല്ല, അത് കേരളത്തെ തകർക്കാനാണ്. അത് കേരളത്തെ മാത്രം ഇല്ലാതാക്കാനല്ല, ഇന്ത്യൻ മതനിരപേക്ഷതയെ അട്ടിമറിക്കാനാണ്. 2025 RSS-ന് അവരുടെ അജണ്ട നടപ്പിലാക്കണമെങ്കിൽ അവരുടെ ഭരണഘടന വിചാരധാരയിൽ അവരുടെ മൂന്നാമത്തെ ശത്രുവായി അവർ 21-ാം അധ്യായത്തിൽ ആവർത്തിച്ചു പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കണം. ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് മുസ്ലിങ്ങൾക്ക് കരുത്താകുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ക്രൈസ്തവർക്ക് കരുത്താകുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ദളിതനും ആദിവാസിക്കും പിന്നോക്കക്കാരനും ഈ രാജ്യത്തെ ശാസ്ത്രബോധം ഉയർത്തിപ്പിടിക്കുന്ന, ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന സകല മനുഷ്യനും കരുത്താകുന്നത്. അതുകൊണ്ട് CPM-നെ തകർക്കാനുള്ള ശ്രമം
തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തിന് കരുത്തായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണ്ടാവണം. എത്ര തകർക്കാൻ ശ്രമിച്ചാലും, എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ PV അൻവറുമാർ ആരുടെയൊക്കെ കൂടെ കൂടിയാലും അവരുടെ മുഖത്തു നോക്കി ഈ ചെമ്പതാകെ ചൂണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചു പാടും. ഈ ചുവന്ന പതാകയുണ്ടല്ലോ മിസ്റ്റർ PV അൻവർ, അത് ചുവന്നു പോയത് ചുവപ്പ് കളർ അടിച്ചു തേച്ചു വെച്ചിട്ടല്ല. ഈ പതാക ഇങ്ങനെ ചുവന്നു പോയത് പുന്നപ്രയിലെ, വയലാറിലെ, കാവുമ്പായിലെ, കരിവള്ളൂരിലെ, കുത്തുപറമ്പിലെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട ഏറ്റുവാങ്ങുമ്പോഴും ഇൻകുലാബ് 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 വിളിച്ച് മുന്നോട്ടു പോയ ധീരരക്തസാക്ഷികൾ, സഖാക്കൾ, അവരുടെ നെഞ്ചിലെ ചോര കൊണ്ട് കണ്ണിലെ കിനാവ് കൊണ്ട് ചുവന്നുപോയ ഈ പതാകയെ ചൂണ്ടി ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന സകല തമ്മാടിക്കുട്ടങ്ങളുടെയും മുഖത്ത് നോക്കി ഞങ്ങൾ ഇങ്ങനെ പാടും. ഇല്ലില്ല ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഈ മർത്യധീരത തൻ പതാക താഴും വരെ ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഈ ചുവന്ന പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും. ഫാസിസത്തെ ചെറുക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഖാക്കളെ, ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനും ആണിനും പെണ്ണിനും ട്രാൻസ്പേഴ്സൺസിനും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഈ ചെമ്പതാകക്ക് കരുത്തായി ഈ നാടുണ്ടാവണം. ഈ നാടിന് കരുത്തായി, ഈ നാടിന് കാവലായി ഈ ചുവന്ന പതാകയുടെ സഖാക്കൾ ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് എന്നെ കേട്ട മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് അഭിവാദ്യം ചെയ്ത് ഒറ്റ കാര്യം ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെ മാധ്യമങ്ങൾ കരുത്തുള്ളതാണ്. നമ്മുടെ ശത്രുക്കളുടെ ആയുധങ്ങൾ കരുത്തുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ സാധ്യമായ ആയുധം സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. നമ്മൾ ഇടപെടുന്ന ഇടങ്ങളുണ്ട്. അവിടെ സത്യം പറയാൻ, അവിടെ ഇടതുപക്ഷ നിലപാട് പറയാൻ സാമൂഹ്യ മാധ്യമങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ലാൽ സലാം, അഭിവാദ്യങ്ങൾ.